പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ കോന്നിയിൽ സ്ഥിതി ചെയ്യുന്ന എലിഫൻ്റ് മ്യൂസിയത്തിൽ പഠനാവശ്യാർത്ഥം കേടുപാടുകൾ കൂടാതെ സൂക്ഷിച്ചിരിക്കുന്ന ആനയുടെ പൂർണ്ണ അസ്ഥികൂടവും തലയോട്ടിയും പല്ലുകളും ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. കേരളത്തിലെ ആനപ്രേമികൾക്ക് ആനയെക്കുറിച്ച് പഠിക്കാൻ ഇത് വളരെ ഉപകാരപ്രദമാവുമെന്ന് കരുതുന്നു. ആനയെ ഇഷ്ടപ്പെടുന്നവർക്കും ആനയെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് ഒരു വഴികാട്ടിയാകട്ടെ എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. വിവിധ ഇനം ആനകൾ, അവയുടെ പരിണാമങ്ങൾ, അവയുടെ ജീവിതം, അവയുടെ ജീവിതത്തിൽ അവയുടെ ചിട്ടകൾ എല്ലാം ഇവിടെ വിശദമായി എഴുതി വയ്ക്കുകയും വരച്ച് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ചുമർ ചിത്രങ്ങളിൽ പലവിധ ആനകൾ, അവയുടെ സ്വഭാവം, അവയുടെ ഭക്ഷണം, അവയുടെ പെരുമാറ്റം, അവയുടെ കണ്ണുകൾ, അവയുടെ കാലുകൾ, കുളമ്പുകൾ, തുമ്പിക്കൈ, അവയുടെ യാത്രകൾ, ആനയെക്കുറിച്ച് ഒരു മനുഷ്യ ജീവിതത്തിൽ അതല്ലെങ്കിൽ പഠിക്കാനാവശ്യമായ എല്ലാവിധ വിവരങ്ങളും ഇവിടെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ആനയുടെ അസ്ഥികൂടം. ഒരു കേടുപാടുകളും കൂടാതെ ഈ മ്യൂസിയത്തിൽ പഠനാവശ്യം സൂക്ഷിച്ചിരിക്കുകയാണ്. ആനയുടെ അസ്ഥികൂടം, എല്ലുകൾ, പല്ലുകൾ, അവയുടെ പ്രത്യേകതകൾ, ആനയെ പിടിക്കാൻ ഉപകരിച്ചിരുന്ന കുഴികൾ, ചങ്ങലകൾ, തോട്ടി, മറ്റായുധങ്ങൾ പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് ആനയുടെ താടിയെല്ലുകളും പല്ലുകളും തലയോട്ടിയുമാണ്. വരും തലമുറയ്ക്ക് മനസ്സിലാക്കാൻ, പഠിക്കാൻ വളരെ ഉപകാരപ്പെടും. ഇതിനെക്കുറിച്ച് നമുക്ക് വിശദീകരിച്ചു തരുവാൻ ഗൈഡ് തന്നെ അവിടെയുണ്ട്. ആ ഗൈഡ് വിശദീകരിച്ചു തരുന്ന ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ ഉണ്ടാകും. ആനയുടെ രൂപങ്ങൾ, പലവിധ ആനയുടെ രൂപങ്ങൾ, അവയുടെ ചിത്രങ്ങൾ, അവ വെള്ളത്തിൽ എങ്ങനെ നീന്തും, അവയുടെ ശബ്ദം, ആ ശബ്ദത്തിൽ അവ പുറപ്പെടുവിക്കുന്ന സിഗ്നലുകൾ, മറ്റാനകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള സിഗ്നലുകൾ, അങ്ങനെ ഒരാനയെക്കുറിച്ച് പഠിക്കാനാവശ്യമായ എല്ലാ വിവരങ്ങളും ഈ മ്യൂസിയത്തിൽ നമുക്ക് ലഭ്യമാണ്. ഒരുപാട് വിദേശ വിനോദസഞ്ചാരികളും ആനയെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ള ആളുകളും ഇവിടെ വന്ന് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത് പണ്ട് കാലത്ത് ആനയെ എങ്ങനെ പിടിച്ചിരുന്നു എന്ന് വരച്ചു കാട്ടിയതാണ്. എല്ലാ ആനപ്രേമികൾക്കും ഇത് ഉപകാരപ്രദമാകും. മനോഹരമായിട്ട്
ചിത്രീകരിച്ചിരിക്കുന്നു. ഫോട്ടോ വെച്ചതിന് ലൈറ്റ് കൊടുത്ത് നമുക്ക് കാണാൻ നല്ല ഭംഗിയിൽ ചിത്രീകരിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ആളുകൾ വന്ന് പോകുന്നുണ്ട്. കോന്നി ടൗണിൽ നിന്നും അല്പം ഉള്ളിലേക്ക് മാറിയാണ് ഇത്. ആനക്കൊട്ടിലുകൾ ഇന്നും അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇന്ന് ആനയെ പിടിക്കാൻ നിയമം അനുവദിക്കുന്നില്ല. അതിനുള്ളിൽ തന്നെയാണ് പക്ഷികളെക്കുറിച്ചും പഠിക്കാനുള്ള ഒരു വേദിയുമുണ്ട്. കേരളത്തിലെ പക്ഷികൾ, ഈ പക്ഷികൾ പുറപ്പെടുവിക്കുന്ന ശബ്ദം അത് അടുത്ത വീഡിയോയിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ സ്ഥലം കാണണം, പോകണം. കോന്നിയിൽ ചെന്ന് എലിഫൻ്റ് മ്യൂസിയം എന്ന് ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. അവിടെ 4 ആനകൾ ഉണ്ട്. ആ ആനകളുടെ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിരുന്നു.